നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. പൊയ്കയിൽ സഭാരാജ് തിരുമേനിയുടെ 22ാമത് ചരമവാർഷിക ദിനമാണ്. ഞാൻ ബഹുജൻ സമാജ് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോൾ ഈ സഭയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ ആത്മാവിന് നിത്യശാന്തി എന്നുള്ളത്. മറ്റൊന്ന്, ഈ റിപ്പോർട്ടർ ചാനൽ അമ്മ എന്ന പേര്, ഇന്ത്യ എന്ന പേര്, ഒരു പേരിടുമ്പോൾ അതിന് വളരെയധികം അർത്ഥവത്തായിരിക്കണം, കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതായിരിക്കണം. ഇപ്പോൾ റിപ്പോർട്ടർ എന്നുള്ളൊരു കോമൺ വേർഡാണ്. കോമൺ വേർഡ് എടുത്തു കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ കൈരളി ചാനലും മലയാളം ചാനലും ഇടാന്ന് ഇട്ടപ്പോൾ ഇപ്പോൾ പലരും എതിർത്തു, അതുകൊണ്ട് കൈരളി ചാനലാക്കി. അതുപോലെ ഇന്ത്യ എന്ന പേര്, പ്രതിപക്ഷ മുന്നണിക്ക് ഇന്ത്യ എന്ന പേര് ഇട്ടതും ഈ റിപ്പോർട്ട് ചാനൽ ആ പേരും. മറ്റൊന്ന് അമ്മ, സിനിമ അമ്മ, അതൊക്കെ കോമൺ നെയിം എടുത്ത് മൊത്തത്തിലൊരു വിഭാഗത്തിന് വേണ്ടി ഇടുമ്പോൾ അത് വലിയ അർത്ഥശൂന്യമാണ്, അപാകതയുണ്ട്. എന്തെങ്കിലും ആകട്ടെ, എല്ലാവരും അത് പാലിക്കുക. പണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളില്ലേ, ഗർഭിണിയായ സ്ത്രീകളിൽ നിന്ന്, അതായത് പ്രഗ്നൻ്റ് വുമൺ, സ്ത്രീകളിലെ പിന്നെ പുരുഷൻ ഗർഭം ധരിക്കും, അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻ്റ് പേഴ്സൺ എന്നാക്കി, ഇത് ഗർഭവതിയായ വ്യക്തി എന്നാക്കി തീരുമാനമായിട്ടുണ്ട്. എല്ലാവർക്കും ആർക്കും അറിയില്ല. ഇപ്പോൾ ഇത് മെട്രോയിൽ ബോർഡ് വെച്ചിരിക്കുകയാണ് പ്രഗ്നൻ്റ് വുമൺ എന്ന് കണ്ട്. അതുപോലെയാണ്. അതല്ല, പണ്ടൊക്കെ നമ്മൾ ഈ ബസ്സിൽ ഗർഭിണികൾക്ക് പ്രത്യേക സീറ്റ്, മുതിർന്നവർക്ക് പ്രത്യേക സീറ്റ്, വനിതകൾക്ക് പ്രത്യേക സീറ്റ് ഉണ്ടായിരുന്നില്ല. അതില്ലാതെ തന്നെ അന്നത്തെ തലമുറ, ഇളം തലമുറ ഇവർക്ക് വഴിമാറി കൊടുക്കരുത്. ഇന്ന് നിയമം മൂലം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇളം തലമുറ വഴിമാറി കൊടുക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഈ ഗർഭിണികൾക്ക് പ്രത്യേക സീറ്റും മുതിർന്നവർക്ക് വേറെ സീറ്റും സ്ത്രീകൾക്ക് വേറെയൊക്കെ ആയിട്ട്. ഇത് പറയുമ്പോൾ ഇപ്പോൾ അന്യമതസ്ഥാപനങ്ങളായിട്ട് വേറൊരു മതസ്ഥാപനം എന്തെങ്കിലും ഒരു അടുപ്പം കാണിച്ചാൽ അത് വലിയ വാർത്തയാകുന്നു. വാസ്തവത്തിൽ അത് വാർത്തയാകേണ്ടതാണോ? ഇതിന് മുൻകാലങ്ങളിൽ എത്രയോ സന്തോഷമായിട്ട് ഈ ഇരു സമുദായങ്ങളും സൗഹാർദ്ദമായിട്ട് പോയിട്ടുണ്ട്, ഇന്ത്യയിൽ കേരളത്തിലും. പക്ഷെ ഇപ്പോൾ അകത്തി കളഞ്ഞതിൻ്റെ പേരിലാണ് ഇതൊരു നമ്മുടെ അത്ഭുതം പോലെ തോന്നുന്നത്. നമ്മൾ 50 വർഷം കഴിയുമ്പോൾ അയൽവക്കാർ തമ്മിൽ നേരിട്ട് സംസാരിച്ചു എന്നുള്ള അത്ഭുതം ഉണ്ടാവുന്ന തമാശ പറയുന്നുണ്ട്. അങ്ങനെ ബന്ധപ്പെടുന്നില്ല, ആൾക്കാർ അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളപ്പള്ളി സാറ് ഇപ്പോൾ ചർച്ച വിഷയം അത് വീണ് കിട്ടിയൊരു അവസ്ഥയാണല്ലോ പിന്നെ ഇതേപോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കളിയിൽ വേറൊരു മനഃശാസ്ത്രം ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഘട്ടമാണിപ്പോൾ. ഇപ്പോൾ ഇത്രയും കാലം ഇരുന്ന് ഗുരുദേവനേക്കാൾ സീനിയറായി വരാൻ പോവാണ് ഈ സ്ഥാനത്ത്. അപ്പോൾ അതിന് ഒരുപടി എതിർപ്പുണ്ട്, അദ്ദേഹം ചാൻസ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി എടുക്കാൻ വേണ്ടി സമുദായത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൂടെ നിർത്താൻ വേണ്ടി മറ്റ് തൊട്ടടുത്തപ്പോൾ മുസ്ലിംസ് എന്ന് പറയുമ്പോഴുള്ള ആൾക്കാർ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഒരു ആവേശം വരുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയാണ് മുസ്ലിം പേര് ഉപയോഗിച്ച് ഈ രീതിയൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻ സഭയ്ക്ക് ഉള്ളിൽ കണ്ടമാനം വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ മാറ്റി അൽമായന്മാർ, അതായത് അവരുടെ അനുയായികളെ കൂടെ നിർത്താൻ വേണ്ടിയാണ് ഈ മുസ്ലിം വിരോധം പറഞ്ഞത്. ഹിന്ദു വിരോധം പറഞ്ഞാൽ അത്ര വില പോവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ തന്ത്രം. പക്ഷേ ഏതായാലും ഒരു കാര്യം പറയാൻ വെള്ളാപ്പള്ളി സാറ് അങ്ങ് കേൾക്കൂ. അങ്ങ് പറഞ്ഞ് മുസ്ലിം എന്ന് കേൾക്കും, ഭയപ്പെടുന്ന ഒരു കഴുത്ത് വെട്ടുന്നതാണ് അല്ലെങ്കിൽ പെരടി വെട്ടുന്നതാണ്. കഴുത്ത് വെട്ടു പെരടി വെട്ടുന്നതും മുസ്ലിം സമുദായത്തിൻ്റെ അല്ല. മുസ്ലിം സമുദായത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ ആശയം, ആദർശം മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണെന്ന് പറയുന്ന ഒരു തത്വസംഹിതയാണ്, ഒരു ആശയമാണ് ഇസ്ലാം. അപ്പം അതിൻ്റെ പേരും പറഞ്ഞ് പല വൃത്തിയോട് കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതാണ് ബർണാഡ് ഷാ പറഞ്ഞില്ലേ, ഐ ലൈക്ക് ഇസ്ലാം ബട്ട് ഐ ഹേറ്റ് മുസ്ലിം. ഇസ്ലാമിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, മുസ്ലിങ്ങൾ വെറുക്കുന്നു. എന്നാൽ ഇസ്ലാമിന് ആദർശം, ആശയം അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. മുസ്ലിം എന്നത് പ്രാക്ടിക്കലാണ്, തെളിവാണ്, അത് നിങ്ങൾ വെറുക്കുന്നു. മുസ്ലിം നാമധാരികൾ പലരും ചെയ്യുന്നത് ന്യായമല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആൾക്കാർ അകന്നു പോകുന്നത്. പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണ്. ചിന്ത കഴിഞ്ഞിട്ടാണല്ലോ പ്രവൃത്തി വരുന്നത്. അപ്പോൾ ചിന്തിക്കുന്ന ഭാവമാണെങ്കിൽ പിന്നെ പ്രവൃത്തി പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് ഒരു കാര്യം വെള്ളാപ്പള്ളി സാറിൻ്റെ ദൃഷ്ടിപ്പെടുത്താണ്, അതൊന്നും അറിഞ്ഞിരിക്കുക, എല്ലാവരും അറിഞ്ഞിരിക്കണം. മുസ്ലിം സമുദായം കേരളത്തിലും ഇന്ത്യയിലും വെറുക് വെട്ടികളും വെള്ളം കോരികളായിട്ട് അതമ്പതിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അത് അങ്ങനെ തന്നെ തുടർന്നിപ്പോഴും. പക്ഷെ അതിൽ നിന്നൊക്കെ അവർ ഉയർത്തെഴുന്നേൽക്കൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ആ ശ്രമത്തെയാണ്
അട്ടർലി ഫെയിലിയർ ആക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു വിഭാഗം സവർണ ഫാസിസം ശ്രമിക്കുന്നത്. അതിലേക്ക് ഉദാഹരണമാണ് വെള്ളാപ്പള്ളിയുടെ ഈ സംസാരമൊക്കെ. പക്ഷേ വെള്ളാപ്പള്ളി സാർ അറിയാൻ വേണ്ടി പറയുകയാണ്, എല്ലാ ബഹുമാനം കൊണ്ട് പറയാണ്, ലോകത്ത് 1/3 ജനസംഖ്യയിൽ 1/3 മുസ്ലിങ്ങളാണ്. 200 രാജ്യങ്ങളിൽ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. 1/3 ജനസംഖ്യ മുസ്ലിങ്ങളാണ്. ഇന്ത്യയിലെ 20% മുസ്ലിങ്ങളാണ്. കേരളത്തിൽ 1/3 മുസ്ലിങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗത്തെ എന്നും വെറുവെട്ടികളായിട്ടും വെള്ളം കോഴികളായിട്ടും നിങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇപ്പൊ സഭയ്ക്കുള്ള പിടക്കം എന്താണ്? ഇപ്പൊ വെള്ളാപ്പള്ളി പിടക്കം എന്താണ്? ഈ സമുദായം വീണ് കിടന്ന സമുദായം അവരെങ്ങനെയോ ഉയർത്തെഴുന്നേൽക്ക ഒരു ശ്രമത്തിലാണ്. എഴുന്നേറ്റിട്ടില്ല, എഴുന്നേൽക്ക ഒരു ശ്രമത്തിലാണ്. അതെങ്ങനെയാണ്? വിദ്യാഭ്യാസം ഉണ്ടായാലും സ്ഥാപനങ്ങളുണ്ടായാലും ബിസിനസ് ഉണ്ടായാലും ഉദ്യോഗത്തിൽ ഇപ്പോഴും അവർ രംഗത്തെത്തിയിട്ടില്ല, ആനുകാലികമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസം, പിന്നെ ബിസിനസ്, സ്ഥാപനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് സ്കൂൾ, ആശുപത്രിയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള 3 പ്രധാന ഘടകങ്ങളിൽ ഈ സമുദായം പിച്ച പിടിച്ച് ഇത് വരാണ്. ഇത് പിച്ച പിടിച്ച് വരുന്നപ്പോൾ തന്നെ ഇവർ എതിർക്കുമ്പോൾ അവർക്ക് ഉള്ളിലുള്ള ആ ആശയം, ആദർശം എത്ര ഭയാനകം, ഭീവത്സം, മോശമാണ്. ലോകത്ത് 3/1 ജനസംഖ്യയുണ്ട് മുസ്ലിങ്ങൾ. അത് നിസ്സാര സംഖ്യയാണോ? അത്രയും നോക്കുമ്പോൾ ഉള്ളത് ക്രിസ്ത്യൻ പോലും അത്രയില്ല. കാരണം അത് അതേക്കാൾ ഉപരി വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ ദേവാലയങ്ങളും പള്ളികളൊക്കെ മുസ്ലിങ്ങൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ, ബ്രിട്ടനിൽ, ഫ്രാൻസും, ഇറ്റലിയും, ജർമ്മനിലൊക്കെ. ഇതുപോലെ സംഘപരിവാര ക്രിസ്ത്യൻകൾ അറിയുന്നുണ്ടോ? എന്നിട്ട് മുസ്ലിം ഇല്ല, ലോകത്തില്ലാതെ പോയി. ഇസ്രായേൽ യുദ്ധം ചെയ്ത് പിന്നെ മുസ്ലിം രാജ്യം ഇല്ല, പിന്നെ ഇതാണ് ഇറാൻ ഇല്ല, മറ്റേ ഫലസ്തീൻ ഇല്ല എന്നാണ് സംഘി ചാനലും പിന്നെ ക്രിസ്തങ്കി ചാനലും പറഞ്ഞത്. എടോ സംഘി ചാനൽ, ക്രിസ്തങ്കി ചാനൽ, ABC ചാനല് നിങ്ങൾ നോക്ക്. ഒബാമ നെത്യന്യാഹു അമേരിക്ക സന്ദർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നെത്യാവിനെതിരെ പ്രതിഷേധിച്ച് എത്ര ലക്ഷങ്ങളാണ് അമേരിക്കയിൽ കൊടി പിടിച്ച് ഇതൊക്കെ. അമേരിക്ക പതാക പോലും കത്തിച്ചിരിക്കുകയാണ്. ഒരു ശക്തിയില്ലെങ്കിൽ അവിടെ ചെയ്യുമോ? കാരണം ജനങ്ങൾ എപ്പോഴും, ലോക ജനത എപ്പോഴും നീതിയുടെ മുൻപിലാന്നേ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളാത്ത മനുഷ്യവർഗം വളരെ കുറച്ചുള്ളൂ, വളരെ അപൂർവമുള്ളൂ, റെയറാണ്. ഇവരെല്ലാം സത്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. അതാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തെ പിന്നെ സന്ദർശനത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലും ക്രിസ്തങ്കി ചാനലും ഈ ABC ചാനലും കാണില്ല. ABC ചാനൽ ഇപ്പോൾ തീർന്നു. ഇസ്രായേലിൻ്റെ ഇടപെട്ട് ഇറാൻ തീർന്നു, മുസ്ലിം രാജ്യം തീർന്നു, ലിബിയൻ തീർന്നു, എല്ലാം തീർന്നു. എന്തിനാടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സത്യവിരുദ്ധം പറയുന്നത്? സത്യം പറയണ്ടേ? പത്രധർമ്മം ഉണ്ടല്ലോ. പത്രധർമ്മം എന്താണ്? സത്യമല്ലേ? ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ ഇത് അമേരിക്കയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കാനുള്ള തെറ്റിനാവും? അവിടെ ആരും സ്വീകരിക്കുന്നില്ല. ട്രംപ് പോലും കാണാൻ പറ്റില്ല. ട്രംപിനെ അന്വേഷിച്ച് പുള്ളി അങ്ങോട്ട് പോകേണ്ടി വന്നു. പിന്നെ ഇപ്പോഴത്തെ എതിർ സ്ഥാനാർത്ഥിയിട്ട് വന്ന് അവർ കാണാൻ ആ സമയം കൊടുക്കുന്നില്ല എന്നാണ്. അവിടുത്തെ ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാരോട് പ്രതിഷേധമാണ്, വളഞ്ഞിരിക്കുകയാണ് ആ സ്ഥാപനങ്ങൾ. അപ്പോൾ പറയുന്നത്, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക വെള്ളാപ്പള്ളി സാറേ, നിങ്ങൾ കാണുന്ന ഈ ചിരട്ടിൽ വെള്ളം ഉറുമ്പൻ സമുദ്രമാണ്. നമുക്കോ ഒരു കാലിൽ വെയിൽ കിട്ടിയാൽ ആ സമുദ്രവും പോയി, ഉറുമ്പും പോയില്ലേ? അതുപോലെ നിങ്ങൾ കേരളം, കൊച്ചി, ഇന്ത്യയിലും കണ്ടുകൊണ്ട് അത് മാത്രമാണ് ലോകം എന്ന് ധരിക്കരുത്. നമ്മൾ ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്, നമ്മളെ അങ്ങനെ ബഹുമാനിക്കും, ആദരിക്കുന്നു, അതിൽ ഒരു സംശയക്കാത്തില്ല. നോ ഡൗട്ട് അറ്റ് ആൾ. പക്ഷേ നിങ്ങൾ അത് കണ്ടുകൊണ്ട് ലോകത്ത് ഈ സമുദായം ഇല്ല, അവർ തോന്നു പോയി എന്ന് പറയുന്നതിന് അർത്ഥമില്ല. 3/1 ജനസംഖ്യ ലോകത്ത് മുസ്ലിങ്ങളുണ്ട്. പിന്നെ 20% ജനസംഖ്യ, 5/1 ജനസംഖ്യ ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ്. 3/1 ജനസംഖ്യ കേരളത്തിൽ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇത്രയുള്ള വിഭാഗങ്ങളൊക്കെ മൂക്കി കയറ്റി വലിച്ചു തീർക്കാമെന്നൊക്കെ ആരെങ്കിലും വിചാരിക്കണമെങ്കിൽ, സംഘപരിവാറാണെങ്കിലും ക്രിസ്തങ്കി ആണെങ്കിലും സഭയാണെങ്കിലും NSS ആണെങ്കിലും വെള്ളപ്പള്ളി ആണെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ എന്താ നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഏകോദര സഹോദരന്മാരെ പോലെ നമുക്ക് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എല്ലാവരും വളരട്ടെ, എല്ലാ ജാതിയും വളരട്ടെ, എല്ലാ മേഖലയും വളരട്ടെ, എല്ലാ നാടും വളരട്ടെ. അതല്ലേ നല്ലത്? അതല്ലേ സോഷ്യൽ ജസ്റ്റിസ്? ഞങ്ങൾ പ്രവർത്തിക്കുക സോഷ്യൽ ജസ്റ്റിസ് വേണ്ടി, അതല്ലേ? അങ്ങനെ ചിന്തിക്കും. ഇനി അതിലൊരു കാര്യം പറയാനുള്ളത്, കോൺഗ്രസിലേക്ക് എടുത്താൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് ഏതാനും 1.5 വർഷം അസംബ്ലി ഇലക്ഷൻ വരും. ഇപ്പോൾ കോൺഗ്രസ് 10-18 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഹാങ് ഓവർ മാറാൻ നിൽക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും. ആ ഹാങ് ഓവർ മാറി നിങ്ങൾ യഥാർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. പാർലമെൻറ്റ് ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ അല്ല വാർഡ് ഇലക്ഷൻ പഞ്ചായത്തിൽ വരുന്നത്, അതുപോലെ അസംബ്ലിയിൽ വരുന്നത്.
നിങ്ങളിപ്പോൾ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്ന CPM ഉയർത്തെഴുന്നേൽക്കാണ്. അതിൽ BJP അവർക്ക് തെറ്റുപറ്റി, അവർ അതും ഉയർത്തെഴുന്നേൽക്കാണ്. അതിന് പകരം കേരളത്തിൽ UDF ചെയ്യുന്ന ഉയർത്തെഴുന്നേൽപ്പ് പറ്റുന്നുണ്ടോ? ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ ചെയ്യുന്നത് വിജയിക്കാൻ പറ്റുന്നുണ്ടോ? പോരാം, കുറച്ചുകൂടി ചെയ്യണം. അതായത് സതീശൻ്റെ ഇപ്പം എല്ലാം ജാതിയില്ല മതവും ഇല്ല എന്ന് പറഞ്ഞാലും സംഘ് പരിവാർ വന്നതിന് ശേഷം ജാതി മാത്രമായി എല്ലാത്തിനും ജാതിയായി. അപ്പോൾ പേര് വഹിക്കുന്ന കാര്യം ഇന്നും ABC ചാനൽ പറഞ്ഞിട്ടില്ലോ. അതായത് നിങ്ങൾ ഇവിടെ കുട്ടികൾ 2 കുട്ടികളല്ലാതെ 3 കുട്ടികൾ, ഒരു 99% പേർക്കും ഇന്ത്യയിൽ കേരളത്തിലെങ്കിലും 2 കുട്ടികളുള്ളൂ. മുസ്ലിങ്ങളിൽ പോലും അപൂർവം മാത്രം 3 ഉള്ളൂ. അതിവിടെ വല്ല നിയമം മൂലമാണോ അതുണ്ടാക്കിയത്? അല്ല, സ്വയം മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് മാത്രം പോരാ, അവർ വളരാനും വികസിക്കാനും വേണ്ട സാഹചര്യം വേണം എന്ന് വിചാരിച്ച് അവർ സ്വയം നിയന്ത്രിച്ചു. പക്ഷേ അത് നിയമം, അത് വിവാഹപ്രായം 18 വയസ്സ് നിയമമാക്കി. പക്ഷെ കുട്ടികളെ നിയന്ത്രിക്കണം നിയമമാക്കിയില്ല, എന്നിട്ടും അക്ഷരപ്രതി പാലിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ ജാതി പേര് വഹിക്കണമെന്ന് നിയമം മൂലമല്ല, പേര് വഹിക്കാൾ വെച്ചോട്ടെ. ഇതിപ്പോൾ ഒരു ഭീഷണി എന്നറിയുമോ? അങ്ങനെ ഹിന്ദുക്കളെല്ലാം ജാതിപ്പേര് വയ്ക്കും, പിന്നെ പഞ്ചാബ് സിഖ് ജാതിപ്പേര് വയ്ക്കും, മുസ്ലിം ജാതിപ്പേര് വയ്ക്കില്ല. അപ്പോൾ അത് മുസ്ലിം മനസ്സിലാക്കിയിട്ട് ആരും കയറില്ല എന്ന്. ഈ കൊല്ലത്തിൽ ഒരിക്കലാണല്ലോ 1, 2, ഒരു മാസം കൊണ്ടാണോ ഈ ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നത്? അപ്പോൾ അതിന് അവർ പേര് വയ്ക്കായിരിക്കും, അവർ കടയിൽ നിന്ന് മുസ്ലിങ്ങളെ കടയായിട്ട് മനസ്സിലാകും, അതുകൊണ്ട് അവർ കയറില്ല എന്ന് പറയും. എന്തുവാകട്ടെ, അപ്പോൾ എന്തൊക്കെ ദുരുദ്ദേശമാണ്. നമ്മളൊരു രാജ്യമാണെന്ന രീതിയിൽ, ആ രാജ്യത്തെ പൗരന്മാരെന്ന രീതിയിൽ സാഹോദര്യത്തിൻ്റെ വില മനസ്സിലാക്കി പോകാതെ എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് ശ്വാസം വിടാതെ എടുക്കാൻ പറ്റും? അപ്പോൾ അതാണ് BJPയുടെ. അതുപോലെ കോൺഗ്രസിൻ്റെ. ഇനി നമ്മൾ കോൺഗ്രസിൻ്റെ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോഴേ ഞങ്ങൾ എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം, ജനസംഖ്യാനുപാതികമായിട്ടുള്ള സ്ഥാനം പങ്കിടും എല്ലാവർക്കും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് 10% സതീശൻ ആൾക്കാർ 10% കേരളത്തിൽ നായേഴ്സുള്ളത്. 12 ആയതിപ്പോൾ കുറച്ച് 10, 9, 10%. 10% ജനസംഖ്യയുടെ ആകെ സ്വാധീനമാണ് ആർക്കുള്ളത്? സതീശനുണ്ട്. ഇനി KPC പ്രസിഡന്റ് അയക്കുന്നത് സുധാകരൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പരസ്യമായിട്ട് പറയുന്നുണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാം മൂടി വയ്ക്കുകയാണ്, ആയിട്ട് പാവപ്പെട്ട വോട്ടർമാരെ പറ്റിക്കുകയാണ്. പിന്നെ സുധാകരൻ എടുത്താലോ 75% ജനസംഖ്യയുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിൽ 75% കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. ഈ അടുത്ത കാലത്ത് ചെറിയ വ്യത്യാസം വന്നത് അതൊക്കെ താൽക്കാലികമാണ്. ബാക്കി 25% ഉള്ളൂ. ആ 25% എന്ന് പറഞ്ഞാൽ 10% പോലും ഇല്ല, 8% ഉള്ളൂ. ആ 8% പിന്തുണയാണ് സത്യത്തിൽ സുധാകരനുള്ളത്. ഇത് അതിൽ നിന്നാണ് എല്ലാ നേതാക്കളും, അതിൽ നിന്നാണ് പിന്നെ ക്രിസ്ത്യൻ സമുദായം. അതുകൊണ്ട് 18 എന്നൊക്കെ പറയുമെങ്കിലും 6% ദളിത് കൺവെർട്ട് ക്രിസ്ത്യാണ്, ബാക്കി 12% അതും പോയിട്ട് 10% ഉള്ളൂ. ഇപ്പം അപ്പോൾ 10 ആവറേജ് എടുത്താൽ 10% ഈഴവർ, 10% ക്രിസ്ത്യാനി, 10% നായർ. ഈ 30% കൊണ്ടാണ് എല്ലാ ഒരു 90% സ്ഥാനമാനങ്ങൾ പങ്കിടുന്നത്. ഈ 90% സ്ഥാനമാനങ്ങൾ നിങ്ങൾ അങ്ങനെ പങ്കിട്ടിട്ടുണ്ട്. ഇവിടെ ദളിതുകൾക്കും 3-1 മുസ്ലിങ്ങൾക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് എത്ര ആൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾക്ക് 10 പേരെ മറ്റേ കേരളത്തിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം ആദ്യമായിട്ടും ഭരണം കിട്ടിയിട്ട് ചുമരുണ്ടെങ്കിലേ സാറ് ചിത്രം വരക്കാറ്റുള്ളൂ. എൻ്റെ സുധാകർജി, എൻ്റെ ദാമോദർജി, എൻ്റെ സുധാകർജി, എൻ്റെ പിന്നെ സുദർശൻജി, നിങ്ങൾ മനസ്സിലാക്കി ചുമര് ഉണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ കലാകാരാണെങ്കിലും അവന് ചുമരിൽ പ്രതലം വേണം, എങ്കിലും ചിത്രം വരക്കുള്ളൂ. വായുവിൽ വരക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആർക്കാൻ മുഖ്യമന്ത്രിയാകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തർക്കമുണ്ടാക്കല്ല, ആകെ നിങ്ങൾ ചെയ്യേണ്ടത് അസംബ്ലിയിൽ ഭൂരിപക്ഷം MLA-മാരുണ്ടാക്കുക, അത് കൈമൈ മറന്ന് പ്രവർത്തിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് 10 മുഖ്യമന്ത്രിമാരാണ് എങ്കിൽ സമ്മതിച്ചു ആഗ്രഹത്തോളൂ. നമ്മൾ കള്ളന്മാർക്ക് വരെ ഒരു മേഖലയിൽ പോകുന്ന കള്ളൻ വേറെ മേഖലയിൽ പോവില്ല, അവർക്ക് വരുന്നുണ്ട്. ഇല്ല, അവർ നിയമപരമായിട്ടല്ലേ അവർ ധാരണയുണ്ട്, അണ്ടർസ്റ്റാൻഡിങ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഈ 10 പേർക്ക് അണ്ടർസ്റ്റാൻഡിങ് എത്താൻ പറ്റാത്തത്? ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ 10 പേര് ഒരുമിച്ച് ഇത് രഹസ്യമായിട്ട് കൂടി പറ്റും, ആരും അറിയിക്കണ്ട. എന്നിട്ട് നിങ്ങൾ ഇന്ന് ഒരാൾ തീരുമാനിക്കുക, ബാക്കി എല്ലാം മറന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു 10 കള്ളനാണെങ്കിൽ ഒരു കള്ളനെടുക്ക്, ബാക്കി 9 കള്ളന്മാരും ഒരു കള്ളനെ സപ്പോർട്ട് ചെയ്യും. കള്ളൻ തന്നെ പറയുന്നത്, കാരണം അധികാരം മുകളിൽ കള്ളന്മാരാണ്, ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് പാർട്ടികളും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 10 പേര് ഒരുമിച്ച് ഇരുന്ന് രഹസ്യമായിട്ട് കൂടിയിട്ട് നിങ്ങൾ പരസ്പരം ധാരണ ആരാണ്
ആര് വേണ്ട എല്ലാം കൂടെ മറന്ന് ഒരാളിൽ കേന്ദ്രീകരിക്കുക. അത് സുധാകരനാകട്ടെ പിന്നെ ഏതും ആകട്ടെ, ആ ഒരാൾ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്ത്. എന്നിട്ട് പരമാവധി യൂണിറ്റ് അടിസ്ഥാനത്ത് ഉണ്ടാക്കുക. യൂണിറ്റ് ഉണ്ടാക്കി വോട്ടേഴ്സിന് പേര് ചേർക്കൂ, വോട്ട് ചെയ്യൂ, വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ നിൽക്കൂ. അങ്ങനെ നിങ്ങൾ ഭരണത്തിൽ പിടിച്ചെടുക്കാൻ നോക്ക്. നീ വാർഡ് ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്. പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് കോൺഗ്രസ് ചെയ്യുന്നതിലും ഒരു ആദ്യമായിട്ട് 10-20 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എന്നിട്ട് അവർ തമ്മിൽ ബോളത്തെ കാലുവാരും തോറ്റു. അതാണ് സാധാരണ കാണുന്നത്. ഞാനൊക്കെ അനുഭവിച്ച ആളെ അറിയാമല്ലോ. പക്ഷെ ആ സ്ഥാനത്ത് നിങ്ങൾ ചെയ്യുന്ന അവിടെ നിങ്ങൾ ധാരണത്ത് കാലുവാരില്ലേ, നിങ്ങൾ ജയിപ്പിക്കുക, നിങ്ങൾ ധാരണത്ത് 2 പേരും ധാരണത്തെ പിന്നെ കുഴപ്പമുണ്ടോ? അങ്ങനെ എത്താൻ പറ്റുമല്ലോ മനുഷ്യന്. അത് ചെയ്യാതെ വയനാട് ബത്തേരിയിലോട്ട് അത് ഇവിടെ തന്നെ പിന്നെ കമ്മിറ്റി കൂടി അവിടെ എല്ലാവരും വന്നിട്ടില്ല. ഇനി നിങ്ങൾ ധരിക്കുന്ന ഇനി ജനങ്ങളെല്ലാം നിങ്ങളുടെ പിറകെ ഈ ചൂടിയിട്ട് മീൻ പിടിക്കുന്ന പോലെ നിങ്ങളുടെ കൂടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ തരികട അടിച്ച് മതി, ജയിക്കും, ഞങ്ങൾ ജയിക്കും. 18 സീറ്റ് കിട്ടി നിങ്ങളുടെ മഹത്വം കൊണ്ടല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പൊന്ന് കോൺഗ്രസ്സുകാരെ, കേരളത്തിലെ UDF-കാരെ, അത് ഇപ്പോൾ നിങ്ങൾ കിട്ടിയില്ലേ 230 സീറ്റ്. ആ കിട്ടിയതും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര കൊണ്ടല്ല. അതൊക്കെ നിമിത്തമായിരിക്കാം. അതിനുള്ളിൽ ആ സംഘപരിവാറിനുള്ളിൽ ഒരു അകൽച്ച ഉണ്ടായി. ആ അകൽച്ചയുടെ ഫലം കൊണ്ടുകൂടിയാണ് ഇത്ര സീറ്റുകൾ കിട്ടിയത്. UP മറ്റു സ്ഥലത്തൊക്കെ വാരാണസി വോട്ട് പറഞ്ഞതൊക്കെ. അത് നിങ്ങളുടെ കഷ്ടത്തോണ്ടോ അല്ലെങ്കിൽ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നതല്ല. ആൾക്കൂട്ടം ഉണ്ടാക്കിയാൽ ഒരിക്കലും വോട്ട് കിട്ടൂല. വോട്ട് കിട്ടണമെങ്കിൽ എന്തെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റ് പേര് എത്തണം. ആൾക്കൂട്ടം നിങ്ങൾ കണ്ടില്ലോ, കർണാടകയിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പ്രധാനമന്ത്രി വന്ന് എത്ര അത് നടത്തി, എത്ര പിന്നെ ഇത് നടത്തി, തോറ്റുപോയില്ലേ. അപ്പം ആൾക്കൂട്ടം അല്ല ഇലക്ഷനിൽ വിജയസാധ്യതയുടെ മുഖ്യ ഘടകമെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ കഷ്ടമെന്ന് പറയാനുള്ളൂ. പിന്നെ ഏതാണ് അടിസ്ഥാനം? വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുക, ആ വോട്ടർമാർക്ക് വോട്ട് ചെയ്യിക്കുക, ആ വോട്ട് എണ്ണുന്നവർ നമ്മൾ കാവലിരിക്കുക, എണ്ണി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നവർ നമ്മൾ നിശബ്ദമായിട്ട് തന്നെ പുറകിൽ നിൽക്കുക. ഒരു വോട്ട് ജയിച്ചാൽ ജയം തന്നെയാണ്. നീ അല്ലാത്ത സംശയമുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യണോ? നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? പരമാവധി കുതികാൽ വെട്ടി കൂടെ നിൽക്കുന്ന കാൽ വരാനല്ലേ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് സംസ്കാരകരായി പോയില്ലേ, അത് മാറ്റിവെക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ കുഴപ്പമുണ്ടായില്ല, അവരിപ്പോൾ അവർക്ക് അവിടെയും വന്നു. മട്ടാഞ്ചേരിയിലേക്ക് നമ്മുടെ മരിച്ചുപോയ നേതാവ് തോറ്റുപോയില്ലേ. ഇപ്പോൾ വേറെ ചില സ്ഥലങ്ങളിൽ എല്ലാം കൂടി ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊച്ചക്കടകളിലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആരും ആരേക്കാളും മോശമല്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രം ബുദ്ധിപൂർവ്വം ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലാക്കല്ലേ. അത് നിങ്ങൾ ചെയ്യുന്ന ആ അന്ധമായ പ്രവൃത്തി, അല്ലെങ്കിൽ നീചെന്ന് പറയാൻ പറ്റുന്നില്ല, അന്ധമായ പ്രവൃത്തി അല്ലെങ്കിൽ അശാസ്ത്രീയമായ പ്രവൃത്തി നിങ്ങൾ എതിരാളികൾ അറിയുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളറിയണം. അതാണ് ഞങ്ങളെപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന അപാകത ഞങ്ങളെപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിക്കുക. അത് നമ്മൾ സഭാ നേതൃത്വത്തോട് പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെയാണ്. അതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസും പറയാനുള്ളത്. അല്ല, നിങ്ങൾ അന്ധമായിട്ട് വെച്ച് ഇനിയും ആ അവസരം കളയരുത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കൊട്ടി ഘോഷിക്കുന്ന ഉമ്മൻചാണ്ടി സാറുണ്ടല്ലോ. ഇപ്പോൾ തീരാനാൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജന്മദിനത്തിന് ചരമദിനത്തിന് 1-ാം വാർഷികത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ ഭാഗത്ത് കൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ആകാശത്ത് കണ്ട ഒരു ഫോട്ടോ ഉണ്ട് ചാനലിൽ. ശരി, എനിക്കറിയില്ല, എന്തുകൊണ്ട് ദിവ്യനായിക്കോട്ടെ, സംശയമില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ വിളയാടാൻ ആ കഴിഞ്ഞ മുമ്പിലത്തെ അസംബ്ലി ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിയല്ലേ കാരണം? അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ജനത മാറ്റി നിർത്തിയതല്ലേ? ഉമ്മൻചാണ്ടിയുടെ കൂടെ നമ്മുടെ അടൂർ പ്രകാശും പിന്നെ ട്രിവാൻഡ്രത്തെ ശിവകുമാറും, ആ 3 പേര് കൂടിയില്ല, ഒരു നായർ, ഒരു ചോര്, ഒരു മാപ്പിള, ഈ 3 വ്യക്തികൾ ചേർന്നല്ലേ ഈ സുഖമായിട്ട് നമ്മുടെ CPM-ന് LDF-ന് ഭരണം കൊടുത്തത്. എന്താ കാരണം? അവിടെ ഭരണം കിട്ടിയാൽ സുധീരനാകും മുഖ്യമന്ത്രി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി.
അത് രണ്ട് ഉമ്മൻചാണ്ടി സഹിക്കാൻ പറ്റില്ല. മരിച്ച ആളാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല, ഇനിയുള്ള ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടി സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കരുണാകരൻ്റെ വെല്ലുന്ന ഉമ്മൻചാണ്ടി, തന്ത്രത്തിൽ കരുണാകരൻ്റെ വെല്ലുന്ന ഉമ്മൻചാണ്ടി കാത്തിരിക്കുമോ? ആദ്യം അവിടെ 800 കടുംപെട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം 800 കടുംപെട്ട് വെട്ടി. അതല്ല ഇന്ന് ഭരണം പോകാൻ കാരണം. സുന്ദരമായിട്ട് പിണറായിയുടെ കയ്യിൽ ഭരണം കൊടുത്തില്ലേ? അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ തന്നെ തെറ്റ്. ആ തെറ്റിപ്പം നിങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിക്കരുത്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇപ്പം സവാള, തക്കാളി എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പെണ്ണുങ്ങൾക്കറിയാം, ഒരു കുടുംബം അന്വേഷിക്കുന്ന സ്ത്രീകൾക്കറിയാം ഒരു മാസം എത്തിക്കാനുള്ള പ്രയാസം, അല്ലെങ്കിൽ ഒരു ആഴ്ച എത്തിക്കാനുള്ള പ്രയാസം. അത് നിങ്ങൾ മനസ്സിലാക്കണോ? നിങ്ങൾക്ക് എന്താ കുഴപ്പം? പ്രതിപക്ഷ നേതാവിന് എല്ലാ ആനുകൂല്യവും, അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും. ഇപ്പം ഇന്ധനത് വില വർദ്ധന ഒരു സമരം ചെയ്യുന്നുണ്ടോ? എന്താ കാരണം? അപ്പോൾ പറഞ്ഞല്ലോ, GSTയുടെ പേരിൽ ഭരണകക്ഷിക്ക് കോടികൾ കിട്ടും, പ്രതിപക്ഷത്തിന് കമ്പനികൾ കൊടുക്കും സംഭാവനയുടെ പേരിൽ കോടികൾ. പിന്നെ അവർക്കെന്ത് പ്രശ്നം? ഇതെന്താണ്? ജനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ താല്പര്യം. ആർക്കാണ് താല്പര്യം? എന്താണ് താല്പര്യം? കേരളത്തിലാണ് എല്ലാ 300% ചാർജ് കൂട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ 60% കുറച്ചേക്കുന്നതാണോ? അറിയാമല്ലോ, മെറ്റീരിയൽസ് 10 ഇരട്ടിയായിട്ട് കൂട്ടിയ ശേഷം ഇപ്പോൾ 60% കുറച്ചെന്ന്. അതിപ്പോൾ ഈ ബുദ്ധി എന്ത് തോന്നാറുണ്ട്? ഞാൻ അന്ന് പിണറായി സഖാവിനോട് പറഞ്ഞു, ഈ വാഹന ജാഥ മന്ത്രിമാരെ യാത്ര വയ്ക്കാൻ പറഞ്ഞ്, സഖാവെ നിങ്ങളുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മറ്റ് മാവേലി സ്റ്റോറിലൊക്കെ കാലിയാണ്, ഡെസ്ക് അവിടെ പിന്നെ തട്ട് മാത്രമേ ഉള്ളൂ, അവിടെ സാധനം ചോദിക്കാൻ നിങ്ങൾ ഈ ജാഥ നയിച്ച ആളെ കൂട്ടി വലിയ കാര്യമുണ്ടോ? ആ ഇലക്ഷൻ സമയത്തൊന്നും ശ്രദ്ധിക്കും. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കാൻ നോക്കുന്നത് ഓരോന്ന്. അപ്പോൾ അവരുടെ പോലും ബുദ്ധിക്ക് എന്തോ മറ്റുണ്ട്. ഈ അധികാരം വന്നാൽ ഏത് മനുഷ്യൻ ചീത്തയാവുന്നുണ്ട്. അധികാരം വന്നാൽ ഏത് മനുഷ്യനും ചീത്തയാവും സാധനം അധികാരം, പവർ എന്ന് പറഞ്ഞത്. ആ പവർ കിട്ടിയോ അത് രണ്ടാം പ്രാവശ്യം കിട്ടിയോടുകൂടി മതിമറന്നുപോയി സഖാക്കളെല്ലാം. ഒരു DYFIക്കാരനെ പറ്റിയ രീതിയിലാണോ, ഒരു SFIക്കാരെ പറ്റിയ രീതിയിലാണോ നടക്കുന്നത്? പണ്ടൊക്കെ SFI DFI എന്നൊക്കെ പറഞ്ഞാൽ അവർ ജനകീയമായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു. കട്ടൻ ബീഡിയും കട്ടൻ ചായയും കുടിച്ച് നടക്കുന്ന ആൾ. എന്നാൽ അവരെല്ലാം സുഖലോലുപരായി. ഇപ്പം എല്ലാവരും ലക്ഷങ്ങൾ കോടികളുണ്ടാക്കി. ഇപ്പോൾ BJPയുടെ കേരളത്തിലെ എല്ലാ ഭരണമില്ലല്ലോ കേരളത്തിൽ BJPക്ക്, പക്ഷേ എല്ലാ നേതാക്കളും കോടീശ്വരന്മാരായി. കോടി എത്രയെന്ന് അവർക്കല്ല. അപ്പോൾ അവർക്ക് ഓരോന്ന് പണിത് കൂടുന്ന ബിൽഡിങ്ങൊക്കെ നോക്കിയാണ്ടോ എവിടുന്ന് ഈ പണം? കോടിക്കണക്ക് മുടക്കാണ്. എല്ലാം പണം ഉണ്ടാക്കി. പിന്നെ അവർക്ക് വില വർധന എന്താ? അപ്പോൾ ഇതിനൊക്കെ കഷ്ടപ്പെടുന്ന വിഭാഗം ജനതയാണ്. ആ വിഭാഗം ജനത കഷ്ടപ്പെടാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. വീണ്ടും പറയുന്നത്, നിങ്ങൾ സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് പങ്കിട്ടോ ഒരു പ്രശ്നമില്ല, ഒരു പോരായില്ല. നിങ്ങളെല്ലാവർക്കും പിടിച്ചെടുക്കുക. അപ്പോൾ അതൊരു 1/3 ലോക ജനസംഖ്യയിൽ 3% മുസ്ലിങ്ങളെയും, ഇന്ത്യൻ ജനസംഖ്യ 20% മുസ്ലിങ്ങളെയും, കേരള ജനസംഖ്യ 3% മുസ്ലിങ്ങളെയും നിങ്ങൾ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ലത്. മാത്രമല്ല, അവർ നിങ്ങൾ പേടിക്കുകയും വേണ്ട, അവർ നിങ്ങൾ അംഗീകരിക്കണം. അവർക്കും ജീവിക്കാനുള്ളൊരു അവസരം കൊടുക്കുന്ന കാര്യത്തിൽ കൂട്ടായി പ്രവർത്തിച്ച് തകർക്കാൻ നോക്കരുത്. അങ്ങനെ തകർത്താൻ നോത്താൽ നിങ്ങളാണ് തകർന്നത്. ലോകത്ത് ഇസ്ലാം പോകുന്നില്ല. അപ്പോൾ പല വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസൊക്കെ മുസ്ലിങ്ങളുടെ പള്ളികളുടെ ബഹളമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായ പള്ളിയിൽ ആളില്ല വരാൻ. അങ്ങനെ വരുമ്പോൾ അതെല്ലാം ട്രസ്റ്റല്ലേ, വിൽക്കാൻ പറ്റില്ലോ. അപ്പോൾ വാങ്ങാനുള്ള ആകെ ഉള്ള ഒരു കൂട്ട് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വാങ്ങി പള്ളിയാക്കിക്കൊണ്ടിരിക്കുക. അതിന് ക്രിസ്തീയ സഭയുടെയൊക്കെ മൗനാനുവാദം കൂടിയുണ്ട്. അത് കാലഘട്ടത്തിന് ആവശ്യമാണ്. അവസാനത്തിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും തുല്യനീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതാണല്ലോ. ആലുവയിൽക്കത് യൂണിയൻ ബാങ്ക്, ആലുവയിൽ MP ഉണ്ട്, MLA ഉണ്ട്, ചെയർമാൻമാരുടെ എല്ലാം ഉണ്ട്. ആ യൂണിയൻ ബാങ്കിന് ഇരിക്കുന്ന സ്ഥലം അത് സ്റ്റേറ്റ് ഹൈവേ ആണത്. പക്ഷേ പഴയ ഹൈവേ ആണ്. ഇപ്പോൾ ബൈപ്പാസ് ഒന്നുകൂടി വരിക. ഹൈവേയുടെ തീരത്താണ് നിൽക്കുന്നത്. അതവർ അവിടെ കെട്ടപ്പെടുന്ന 4 നില ബിൽഡിങ്ങുകൾ ഭിത്തിയോട് ചേർത്ത്, ഫുട്പാത്തോട് ചേർത്താണ്. ഒരിക്കൽ ഞാൻ പോയി അവൻ്റെ മേലുദ്യോഗസ്ഥ അപ്പോൾ ഇപ്പോൾ സ്വകാര്യ പാർട്ടിയല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് യൂണിയൻ ബാങ്ക്. 4 നില കെട്ടം പണിതിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടായി അത് തടഞ്ഞിട്ടേക്കാം. അതിന് പ്രധാന കാരണം ഞങ്ങളുടെ ഈ വാട്സപ്പ് മെസ്സേജാണ്.
ഞങ്ങൾ ഇടപെട്ട് എം പിമാരോട് പറഞ്ഞ് എം എൽ എമാരോടൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ ഇടപെട്ട് ശ്രദ്ധിച്ച് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് കൂടി ചെയ്യുന്നുണ്ട് നിസ്വാർത്ഥമായിട്ട്. അപ്പോൾ നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നത് നിർത്തിട്ട് ജയ് ഹിന്ദ്.